എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരാള് വാടകയ്ക്ക് ബിൽഡിംഗ് എടുക്കുന്നു. അങ്ങനെയുണ്ടല്ലോ, ഇന്ന് വലിയ ഫ്ളാറ്റുകളെല്ലാം വാടകയ്ക്ക് എടുക്കുന്ന ആളുകളുണ്ട്. ആ വാടകയ്ക്കെടുത്ത ബിൽഡിങ്ങുകൾ അദ്ദേഹം ഇനി വാടകയ്ക്ക് കൊടുത്താലും ശരി, കൊടുത്തില്ലെങ്കിലും ശരി, ഉപകാരം അദ്ദേഹം വലിയ ഒരു തുകക്ക് പ്രിയപ്പെട്ടവരെ സ്വായത്തമാക്കിയിരിക്കുകയാണ്. 10 ലക്ഷം രൂപക്ക് അദ്ദേഹം ആ ഒരു 7 നിലയുള്ള ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തു. അദ്ദേഹം ഓരോ ദിവസവും അതിനിങ്ങനെ വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബിൽഡിംഗ് അദ്ദേഹത്തിൻ്റെതോടെ അല്ല, ഈ ബിൽഡിംഗ് അദ്ദേഹത്തിൻ്റെതല്ല. എന്നാൽ ഈ ബിൽഡിംഗ്, അതിന്റെ ഉപകാരം അയാൾ വാടകയ്ക്കെടുത്തിട്ട് പ്രിയപ്പെട്ടവരെ അദ്ദേഹം അത് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സക്കാത്ത് കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് നല്ല ഒരു മൂല്യം അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. വാടക കൊടുത്താലും ഇല്ലെങ്കിലും അയാൾ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്താണ്? എല്ലാ മുതലാളിമാരും സക്കാത്ത് കൊടുക്കേണ്ട ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ ഇല്ല. സക്കാത്ത് എന്ന് പറയുന്നത് മുതലാളിമാരുടെ മാത്രം ഒരു അവകാശമാണ് എന്ന് വിചാരിക്കാനും പാടില്ല. അതാണ് കച്ചവടത്തിന്റെ സക്കാത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. കച്ചവടത്തിന്റെ സക്കാത്ത് പ്രിയപ്പെട്ടവരെ തുടങ്ങിയത് 1000 രൂപക്കാണ്, അല്ലെങ്കിൽ 10,000 രൂപക്കാണ്. 10,000 രൂപക്ക് ഇപ്പൊ സക്കാത്ത് നിർബന്ധമാകാനുള്ള അവസ്ഥയുണ്ടോ? ഇല്ല. പക്ഷേ വർഷം തികഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് 595 ഗ്രാം വെള്ളിയുടെ നിലവാരമായ 48,000 രൂപ ഒരാളുടെ കൈവശത്തിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. സക്കാത്ത്, കച്ചവടത്തിന്റെ സക്കാത്ത് അയാൾ തുടങ്ങിയത് 10,000 രൂപക്കാണ്. പക്ഷേ അതങ്ങ് പടർന്ന് പന്തലിച്ച് ആദ്യം ഒരു ചെറിയ ചെറ്റക്കൂരയായിരുന്നു, പിന്നെ അതൊരു ഷട്ടറായി, 2 ഷട്ടറായി, 3 ഷട്ടറായി, അതങ്ങ് പടർന്ന് പന്തലിച്ചിട്ട് ജനുവരി 1-ാം തീയതി, മുഹറം 1-ാം തീയതി, എപ്പോഴും നമ്മൾ സക്കാത്തിന്റെ കണക്കൊക്കെ നോക്കുമ്പോൾ നിന്ന് മുഹറമിലേക്ക് മാറിയത് മുഹറം 1-ാം തീയതി അല്ലെങ്കിൽ റമദാൻ 1-ാം തീയതി കച്ചവടം തുടങ്ങിയ ഒരു വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, അത് അടുത്ത റമദാൻ ആയപ്പോഴേക്ക് ആ കച്ചവടത്തിന്റെ മൊത്തം സ്വത്ത് നമ്മളൊന്ന് കൂട്ടി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് 10 ലക്ഷം രൂപക്ക് പ്രിയപ്പെട്ടവരെ അതുണ്ട്. എങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. സക്കാത്ത്, കച്ചവടത്തിന്റെ സക്കാത്തിൽ കൊടുക്കേണ്ടത് കച്ചവട ചരക്കുകളല്ല. വെള്ളിയിൽ സക്കാത്ത് കൊടുക്കേണ്ടത് വെള്ളിയാ, സ്വർണത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടത് സ്വർണമാ, പൈസക്ക് സക്കാത്ത് കൊടുക്കേണ്ടത് പൈസയാ. പ്രിയപ്പെട്ടവരെ, അരിക്ക് സക്കാത്ത് കൊടുക്കേണ്ടത് അരിയാ, എന്നാൽ ആടിന് സക്കാത്ത് കൊടുക്കേണ്ടത് ആടാ. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മൾ ആലോചിക്കണം, കച്ചവടത്തിന്റെ ചരക്കിൽ സക്കാത്ത് കൊടുക്കേണ്ടത് കച്ചവടത്തിന്റെ സാധനമല്ല, മറിച്ച് അത് വിറ്റിട്ട് കിട്ടുന്ന കാശാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അത് 2.5% സക്കാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാം പറയുന്നു, ഫുഖഹാ രേഖപ്പെടുത്തുന്നു. നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ നല്ല നിലയിൽ കൊടുത്തു തീർക്കുക എന്നത് സക്കാത്തിനെ കുറിച്ചാണെന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കച്ചവടത്തിന്റെ സക്കാത്ത് എല്ലാം അദ്ദേഹം ഓരോ ദിവസവും ഇങ്ങനെ മീൻ വാങ്ങുന്നു, വിൽക്കുന്നു, വാങ്ങുന്നു, വിൽക്കുന്നു. അവസാനം കൊല്ലം പൂർത്തിയായ സമയത്ത് ഒന്നുമില്ല, സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കച്ചവടത്തിന്റെ സക്കാത്തിൽ ആകെ പറയുന്ന നിയമം എന്താണ്? വർഷം പൂർത്തിയാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, വെള്ളിക്ക് പറയപ്പെട്ടതായ കണക്കിനുള്ള സമ്പാദ്യം ഒരാളുടെ കൈവശത്തിൽ ഉണ്ടാവുക എന്നതാണ്. കൊല്ലം പൂർത്തിയാകുന്ന സമയത്ത് അത് വേണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉണ്ടായാൽ സക്കാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാം പറയുന്നു. അപ്പൊ ചെറിയ കച്ചവടക്കാരൻ മുതൽ വലിയ കച്ചവടക്കാര് വരെ എത്രയാണോ മൊത്തത്തിൽ, എങ്ങനെയാണ് സക്കാത്തിന്റെ കണക്ക് നോക്കേണ്ടത്? വാങ്ങിയ വിലയാണോ? അല്ല. കൊടുക്കുന്ന വിലയാണോ? അല്ല. നിലവാര വിലയാണ്. അഥവാ എൻ്റെ ഈ പ്രസ്ഥാനം, ഞാനിത് ഒന്നിച്ചങ്ങ് വിൽക്കുകയാണ്, ഈ ചരക്കുകളെല്ലാം, എനിക്ക് എത്ര രൂപ കിട്ടും? 10 ലക്ഷം രൂപ കിട്ടും.
എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ 10 ലക്ഷം രൂപയുടെ 2.5% സകാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. 1 ലക്ഷം രൂപയ്ക്ക് സകാത്ത് കൊടുക്കേണ്ടത് എത്രയാണ്? 2500 രൂപയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിന് കണക്കാക്കി 25,000 രൂപ പ്രിയപ്പെട്ടവരെ സകാത്ത് കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അതിന്റെ ഇടയിൽ ചിലപ്പോൾ ഒരു പക്ഷേ വളരെ താഴ്ന്നു എന്ന് വരാം, അത് പ്രശ്നമല്ല. തുടങ്ങിയ സമയത്ത് പോലും സകാത്ത് കൊടുക്കാൻ നിർബന്ധമായ മൂല്യം ഇല്ലാത്ത അവസ്ഥയിലാണ് കച്ചവടം തുടങ്ങിയത്. കച്ചവടത്തിന്റെ സകാത്തിൽ അത് പരിഗണിക്കേണ്ട, വർഷം പൂർത്തിയാകുമ്പോൾ മാത്രം മതി. അതുകൊണ്ടാണല്ലോ കച്ചവടത്തിന്റെ സകാത്ത് നിസാബ് എത്തുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് സകാത്ത് മുന്തിച്ചു കൊടുക്കാൻ പറ്റും. കച്ചവടത്തിന്റെ സകാത്തിലുള്ള ഒരു ആനുകൂല്യമാണ്. പല ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ്, എന്താ, ഒരുപാട് പിരിവുകാര് വരുന്നു ഉസ്താദെ, ഇവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഒരു വർഷം അങ്ങ് പൂർത്തിയാക്കുമ്പോഴേക്ക് പിന്നെ സകാത്ത് കൊടുക്കാനൊന്നും പൈസ ഉണ്ടാവില്ല. ഒരു വളവ് ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങളോട്. കച്ചവടക്കാരായ ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ കടകളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ധർമ്മം ചെയ്യുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇത് എന്റെ കച്ചവടത്തിന്റെ സകാത്ത് ഞാൻ മുന്തിച്ചു കൊടുക്കുകയാണ് എന്ന് കരുതിയിട്ട് അങ്ങ് കൊടുത്തേക്കണം. യഥാർത്ഥത്തിൽ സകാത്ത് നിർബന്ധമായ 2 കാരണങ്ങൾ വേണം. ഒന്ന് നിസാബ് പൂർത്തിയാകണം, മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ കൊല്ലം പൂർത്തിയാകണം. ഇത് കച്ചവടത്തിന്റെ സകാത്തിൽ ബാധകമല്ല. ഇത് രണ്ടും വേണ്ട. കൊല്ലവും പൂർത്തിയാകണ്ട, നിസാബും പൂർത്തിയാകണ്ട. നിസാബ് നോക്കേണ്ടത് കച്ചവടത്തിന്റെ സകാത്തിൽ അവസാനത്തിലാണ്. പിന്നെ നിസാബ് എന്ന് പറയുന്നത് എത്രയാ? കൊല്ലം പൂർത്തിയാവുക എന്ന ആ സമയത്താണ് സകാത്ത് കൊടുക്കൽ നിർബന്ധമാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ നിയ്യത്ത് വെച്ചിട്ട്, പ്രിയപ്പെട്ടവരെ, ഇത് എന്റെ കച്ചവടത്തിന്റെ മുതലിന്റെ സകാത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്തിച്ചു കൊടുക്കുകയാണ് എന്ന് നിയ്യത്ത് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് അവസാനം വരുമ്പോ, റമദാൻ 1 വരുമ്പോ അല്ലെങ്കിൽ ഡിസംബർ 1 വരുമ്പോ, കച്ചവടം തുടങ്ങിയ അതേ സമയത്തിലേക്ക് തിരിച്ചു വരുമ്പോ നമ്മൾ മൊത്തം ചരക്കുകൾ വിലക്കെട്ടിയിട്ട് എത്രയുണ്ട് എനിക്ക് സകാത്ത് കൊടുക്കാന് എന്ന് നോക്കിയിട്ട്, പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊടുത്തതിന്റെ ബാക്കി ഇനി കൊടുക്കാനുണ്ടോ അതും കൂടി അങ്ങ് കാൽക്കുലേഷൻ ചെയ്ത് നമ്മൾ അങ്ങ് കൊടുത്താൽ നമുക്ക് കച്ചവടത്തിന്റെ സകാത്ത് വളരെ സുതാര്യമായി കൊടുക്കാൻ പറ്റും. നമ്മളെ ആശ്രയിക്കുന്ന പാവപ്പെട്ട ആളുകളെ നമുക്ക് സമാധാനിപ്പിക്കാനും സാന്ത്വനപ്പെടുത്താനും കഴിയും. ഒരു വിഷമവുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, യതീംഖാനയുടെയോ സ്ഥാപനത്തിന്റെയോ പള്ളിയുടെയോ മദ്രസയുടെയോ ഓഡിറ്റോറിയത്തിന്റെയോ ഒക്കെ പിരിവ് പറഞ്ഞിട്ട് വരുമ്പോ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സകാത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അവിടെയും പറ്റാവുന്ന ഒരു രൂപമുണ്ട്. ഉദാഹരണത്തിന്, ഒരു സ്ഥാപനത്തിന്റെ മേധാവിയാണ്, അദ്ദേഹം വലിയ കടക്കാരനാണ്, കടം കൊണ്ട് വീർപ്പ് മുട്ടിയിരിക്കുകയാണ്. ആ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സ്വന്തം പേരിലുള്ള കടമല്ല, സ്വന്തം പേരിലുള്ള കടം കൊണ്ട് ബുദ്ധിമുട്ടിയ ആൾക്ക് സകാത്ത് കൊടുക്കാം എന്ന് ഫുഖഹാവ് പറയുന്നുണ്ട്. പക്ഷെ എന്ത് വേണം? അദ്ദേഹത്തിന് ആ കടം വീട്ടാൻ വേറെ ഒരു സ്വത്തും ഇല്ലാതിരിക്കണം. ഇവിടെ 10 ഏക്കർ തെങ്ങും തോട്ടമുണ്ട്, ഇവിടെ ഒരു കഫ്റ്റീരിയ ഉണ്ട്, ഇവിടെ ഒരു 4 മുറി ബിൽഡിംഗ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പിന്നെ അയാൾക്ക് 10 ലക്ഷം കടമുണ്ട്. അങ്ങനെ നോക്കിയാൽ ഇപ്പം വലിയ കടക്കാരൻ ഒരു പക്ഷേ MA യൂസുഫ് അലി ആയിരിക്കും. കാരണം എന്താ? അദ്ദേഹം വലിയ ബാങ്കുകളിൽ നിന്ന് 300 കോടിയോ 400 കോടിയോ ഒക്കെ പൈസ എടുത്തിട്ടാണ് ലുലു പിന്നെ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത്. കാരണം ഗവൺമെന്റിന്റെ സബ്സിഡി ഇഷ്ടം പോലെ അവർക്ക് കിട്ടാനുണ്ട്. അത്തരക്കാരായ ബിസിനസ്സുകാർക്ക് സബ്സിഡി ഇളവ് ലഭിക്കുമ്പോൾ അവരത് ഉപയോഗപ്പെടുത്തും. അതാണല്ലോ ബുദ്ധി. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങുന്ന ആളുടെ കടം ഒരു നിലക്കും വീട്ടാനില്ലെങ്കിൽ അദ്ദേഹത്തിന് സകാത്ത് കൊടുക്കാം. അദ്ദേഹത്തിന് മറ്റേതെങ്കിലും വഴിയിൽ തന്റെ വണ്ടിയോ അല്ലെങ്കിൽ മറ്റ് ബിൽഡിങ്ങുകളോ ഭൂമിയോ വിൽപ്പന നടത്തി, അല്ലെങ്കിൽ 1.5 കോടിയോ 2 കോടിയോ ഒക്കെ മൂല്യമുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. എന്തിനാ അത്രയും വലിയ വീട്? മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, അങ്ങനത്തെ വീടുണ്ടെങ്കിൽ ആ വീട് വിറ്റിട്ടെങ്കിലും നീ ഹജ്ജിന് പോകണമെന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, ഹജ്ജ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അള്ളാഹുവിന്റെ റസൂൽ നിർബന്ധമായിട്ടും അവസാന വേളയിൽ ചെയ്തപ്പോൾ ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഹജ്ജ് നിർബന്ധമായ ഉടനെ തന്നെ ചെയ്യണമെന്നില്ല, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന മഹാന്മാരായ ഫുഖഹാവ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഹജ്ജ് നിർബന്ധമായി കഴിഞ്ഞു എന്നതുപോലെ പ്രിയപ്പെട്ടവരെ, കടം വാങ്ങിയ ആൾക്ക് കടം വീട്ടാൻ വേറെ മാർഗങ്ങളുണ്ട്.
അദ്ദേഹത്തിന് സക്കാത്ത് കൊടുത്താൽ മതിയാവുകയില്ല. പക്ഷേ മുതലാളിയാണ്, കടം വാങ്ങിയത് നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. രണ്ടാളുകളുടെ അല്ലെങ്കിൽ രണ്ട് രാജ്യത്തിന്റെ, രണ്ട് നാട്ടുകാരുടെ ഐക്യം പ്രിയപ്പെട്ടവരെ വിളക്കി ചേർക്കുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഒരാള്, കടക്കാരനായ ഒരാൾ കുടുങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം നിന്നുപോയി, അല്ലെങ്കിൽ തന്റെ നാട്ടിലുള്ള പള്ളിക്ക് വേണ്ടി അദ്ദേഹം കടം വാങ്ങി ചിലവഴിച്ചു, മദ്രസക്ക് വേണ്ടി കടം വാങ്ങി ചിലവഴിച്ചു, സ്വന്തം സ്വത്തിൽ നിന്ന് എടുത്തിട്ട് ചെലവഴിച്ചിട്ട് പിന്നെ സക്കാത്ത് വേണമെന്ന് പറഞ്ഞാൽ സക്കാത്ത് കിട്ടൂല. അപ്പൊ ചെലവഴിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. കടം വാങ്ങിയിട്ട് പള്ളി ഉണ്ടാക്കി, കടം വാങ്ങി മദ്രസ ഉണ്ടാക്കി, കടം വാങ്ങിയിട്ട് പ്രിയപ്പെട്ടവരെ ദീനീ സ്ഥാപനമുണ്ടാക്കി, അതിന്റെ പേരിൽ അയാൾ ഇന്ന് വലിയ കടക്കാരനാണ്. എങ്കിൽ അദ്ദേഹം മുതലാളിയാണ്. എങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ശ്ലാഘിക്കപ്പെടുന്നതിന് വേണ്ടി ഇസ്ലാം പറയുന്നു. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, കച്ചവടത്തിന്റെ സക്കാത്ത് എന്ന് പറയുന്നത് അത് നിർബന്ധമാകാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഒരു 50,000 രൂപയെങ്കിലും മൂല്യം കണക്കാക്കാത്ത കച്ചവട ചരക്കുകളുള്ള ഏതെങ്കിലും കച്ചവടക്കാരുണ്ടോ ഇന്ന്? ഒരു 50,000 രൂപ മൂല്യം കണക്കാക്കാൻ പറ്റാത്ത കച്ചവട ചരക്കുള്ള, വേണമെങ്കിൽ ഈ റോഡ് സൈഡിൽ കടല വറക്കുന്ന അയാളുണ്ടല്ലോ, എന്ന് പറഞ്ഞിങ്ങനെ അടിച്ചിട്ട്, അദ്ദേഹം മാത്രം ചിലപ്പോൾ പക്ഷേ ഈ സക്കാത്ത് നിർബന്ധമില്ലാത്ത ആയിരിക്കാം. അല്ലാത്ത മുഴുവൻ ആളുകളും വർഷം തികയുമ്പോൾ, തുടങ്ങിയത് കേവലം ഒരു 100 രൂപയ്ക്കാണ്, വർഷം തികയുമ്പോൾ 595 ഗ്രാം വെള്ളി അഥവാ ഒരു 48,000 രൂപ ഏകദേശം, പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കണക്ക് പ്രകാരം പറയുന്നത്, അത്ര ഉണ്ടായാൽ അദ്ദേഹം അതിന് 2.5% സക്കാത്ത് കൊടുക്കണം. സാധനങ്ങൾ അവിടെ ഉണ്ട് എങ്കിൽ 2.5 ലക്ഷം രൂപ പ്രിയപ്പെട്ടവരെ സക്കാത്തായി നൽകണം എന്ന് വിശുദ്ധമായ ഇസ്ലാം പറയുന്നു. വണ്ടിക്കച്ചവടം നടത്തുന്നവരുണ്ടാകും, സക്കാത്ത് കൊടുക്കണം. ഭൂമിക്കച്ചവടം നടത്തുന്നവരുണ്ടാകും, സക്കാത്ത് കൊടുക്കണം. കന്നുകാലികളുടെ കച്ചവടം നടത്തുന്നവരുണ്ടാകും, സക്കാത്ത് കൊടുക്കണം. ഉണ്ടായാലാണ് ആട് നിർബന്ധമാവുക, 40 ആടുണ്ടായാലാണ് പ്രിയപ്പെട്ടവരെ സക്കാത്ത് നിർബന്ധമാവുക. പക്ഷേ ആ എണ്ണത്തിലേക്കൊന്നും നോക്കണ്ട. പ്രിയപ്പെട്ടവരെ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം, ഇസ്ലാം പറയുന്നു. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതേസമയം സക്കാത്ത് നിർബന്ധമാകുന്ന കന്നുകാലികൾ ഒരാള് പ്രിയപ്പെട്ടവരെ കച്ചവടം നടത്തുന്നുണ്ട് എങ്കിൽ കന്നുകാലികൾക്ക് പറയപ്പെട്ട കണക്കുണ്ടാകുമ്പോൾ അതിന്റെ സക്കാത്ത് വേറെ കൊടുക്കണം. അല്ലെങ്കിൽ തന്നെയും കച്ചവടത്തിന്റെ സക്കാത്ത് പ്രിയപ്പെട്ടവരെ നൽകേണ്ടതുണ്ട്. രണ്ടും ഉണ്ടാകുമ്പോൾ 2 സക്കാത്തും നൽകണമെന്ന് ഇസ്ലാം പറയുന്നു. ഇതുപോലെ ഒരാൾ കച്ചവടം നടത്തിയിട്ട് കിട്ടുന്ന വരുമാനങ്ങളെല്ലാം അദ്ദേഹം അതിലേക്ക് അത് എടുക്കുന്നില്ല. ആ പൈസ കൊണ്ട് അയാൾ സ്വർണം വാങ്ങി ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ വെള്ളി വാങ്ങി ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ അത് ബാങ്കിലിടുകയാണ്. എങ്കിൽ കറൻസിയുടെ മൂല്യം കണക്കാകുമ്പോൾ അതിന്റെ സക്കാത്ത്, വർഷം തികഞ്ഞ് കറൻസിക്ക് പറയപ്പെട്ട മൂല്യം പ്രിയപ്പെട്ടവരെ പൂർത്തിയാകുമ്പോൾ അതിന്റെ സക്കാത്ത്, വെള്ളിക്ക് കണക്ക് പറഞ്ഞ ഒരു വർഷം തികയുമ്പോൾ പറയപ്പെട്ട കണക്ക് പൂർത്തിയായാൽ അതിന്റെ സക്കാത്ത് അത് വേറെ കൊടുക്കണം. അതേസമയം കച്ചവടത്തിലേക്ക് ലാഭവിഹിതം അങ്ങനെ കൂട്ടിയ കച്ചവടം വളർത്തി 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 വികസിപ്പിച്ച് ഇന്നതൊരു വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം, വിശുദ്ധമായ ഇസ്ലാം പറയുന്നു. അങ്ങനെയാണല്ലോ, തുടങ്ങുമ്പോൾ ചെറിയ പ്രസ്ഥാനമായിരിക്കും. ഇപ്പോൾ ഒരു ടൗണിൽ പോയിട്ട് 10 ആളുകൾ ഷെയർ കൂടിയിട്ട് ഒരു ജ്വല്ലറി തുടങ്ങുകയാണ്. സമൂഹത്തിലുള്ള പൊതുവായിട്ടുള്ള ഒരു അബദ്ധമാണ് ഞാൻ ഇവിടെ തിരുത്താൻ പോകുന്നത്. എന്താ, ചില ആളുകളെ കൊണ്ട് 10 ലക്ഷം കടം കൊടുക്കും ജ്വല്ലറിക്ക്, എന്നിട്ട് മാസാമാസം 3000 രൂപ, മാസാമാസം ഓരോ ലക്ഷത്തിന് 3000, 10 ലക്ഷം കൊടുത്ത ആൾക്ക് 30,000 രൂപ. ഒറിജിനൽ പലിശയാണിത്. ഇത് പലിശ അല്ലെങ്കിൽ വേറെ ഏതാണ് പലിശ? കുല്ലു ഖറദിൻ ജറ മൻഫഅതൻ ഫഹുവ റിബാ. കടം കൊടുത്തതിന്റെ പിന്നിൽ പറ്റുന്ന ഏത് പ്രോഫിറ്റും ഏത് ആനുകൂല്യവും അത് പലിശയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് യഥാർത്ഥത്തിൽ ലാഭക്കൂറ് കച്ചവടമല്ല.
യഥാർത്ഥ ലാഭക്കൂറ് കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് 1 കോടി രൂപയുടെ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നു 10 ആളുകൾ കൂടിയിട്ട്. അപ്പൊ എത്രയായി? 10 ലക്ഷം ഓരോരുത്തർക്ക് ചെലവായി. അത് 1 കൊല്ലം കഴിഞ്ഞു, അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ ആ പ്രസ്ഥാനം 10 കോടിയുടെ പ്രസ്ഥാനമായി. അപ്പോൾ ഒരാളുടെ മൂല്യം എത്രയായി? 1 കോടിയുടെ മൂല്യമായി. ഇനി അയാൾ ഷെയർ പിൻവലിക്കുകയാണ് എങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ടത് എന്താണ്? 10 ലക്ഷമാണോ? അല്ല, ഇവിടെ 1 കോടി രൂപ അദ്ദേഹത്തിന് കൊടുത്താൽ മാത്രമേ യഥാർത്ഥ ഷെയർ ബിസിനസ് ആവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എനിക്ക് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞുകൊണ്ട് 1 ലക്ഷത്തിന് 3000 രൂപ മാസം തരണം എന്ന വ്യവസ്ഥയിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് നടത്തുന്നതെങ്കിൽ അത് പലിശയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ പൈസ കൊടുത്തു, അദ്ദേഹം ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു, എനിക്ക് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ലാഭം കിട്ടുമെന്ന പ്രതീക്ഷയിൽ കടം കൊടുത്താൽ അത് കറാഹത്താണ്, എങ്കിലും ഹറാമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ലാഭക്കൂറ് കച്ചവടം നടത്തുന്നതിനിടയിൽ എങ്ങനെയാണ് അതിന്റെ സക്കാത്ത്? അതില് ഏതെങ്കിലും ഒരാൾ സക്കാത്ത് കൊടുത്താൽ തന്നെ ബാധ്യത വീടി. മറ്റുള്ളവരുടെ നീയത്തിന് ആവശ്യമില്ല, അവരോട് സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ശറഇന്റെ ഭാഗത്ത് നിന്ന് സക്കാത്ത് കൊടുക്കണമെന്ന നിയമമുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരാൾ കൊടുത്താൽ തന്നെ എല്ലാവരുടേതുമായി തീരുമെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് കച്ചവടത്തിലുള്ള സക്കാത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഒരു കാര്യം പല ആളുകൾക്കും ചോദിക്കാനുള്ള പരാതിയാണ്. ഉവൈസ് ഉസ്താദെ, എന്താ ഉസ്താദെ, ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് കടമായിട്ടാണ്, ഇതിനെല്ലാം കൂടി സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കണം? അപ്പൊ കടം വാങ്ങാൻ ആരെയാ പറഞ്ഞു? എന്ത് കണ്ടുകൊണ്ടാ കടം വാങ്ങിയത്? ഇസ്ലാം തിരിച്ചു കിട്ടും എന്ന് കാണുന്ന സമയത്ത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇത് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷയുള്ള സമയത്ത് മാത്രമേ നീ കടം വാങ്ങാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചെയ്യുന്നതിന് തെറ്റാ. അപ്പൊ നീ വാങ്ങിയല്ലോ, അതിന്റെ അർത്ഥം എന്താ? ഇന്നല്ലെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും മാർഗത്തിൽ ഓന്റെ കടം കൊടുക്കാൻ എനിക്ക് കഴിവുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നിനക്ക് സ്വന്തമായി വിൽപ്പന നടത്താനും അത് ഉപയോഗിക്കാനും അത് മറ്റെന്ത് ക്രയവിക്രയങ്ങൾ ചെയ്യാനും അവകാശപ്പെട്ട നിലക്ക് നിന്നെ ഏൽപ്പിച്ചു പോകുന്ന ആ സ്വത്തിന്റെ സക്കാത്ത്, അതിൽ മൊത്തം സ്വത്തുക്കൾ നാം വിലക്കെട്ടുമ്പോൾ ഈ സ്വത്തുക്കളെയും പ്രിയപ്പെട്ടവരെ അതിൽ കണ്ടുകെട്ടേണ്ടതുണ്ട്. ഇബ്നു ഹജർ അൽ-ഹൈതമി പറയുന്നു, വലാ യംനഉ ദൈനു അല്ലദീ ഫീ ദിമ്മത്തി മൻ ബിയദിഹി നിസാബുൻ ഫഅക്സറ മുഅജ്ജലൻ ഔ ഹാലൻ ലില്ലാഹി തആല ഔ ലിആദമിയിൻ വുജൂബഹാ അലൈഹി ഫീ അദ്ഹരിൽ അഖ്വാൽ. ഒരാൾക്ക് റൊക്കമായതോ അവധി എത്തിയതോ ആയ, അവധി നിശ്ചയിച്ചതോ റൊക്കമായതോ ആയ കടങ്ങൾ പ്രിയപ്പെട്ടവരെ ഉണ്ട്. ഉടനടി കൊടുക്കേണ്ട കടങ്ങൾ, അല്ലെങ്കിൽ അവധി നിശ്ചയിക്കപ്പെട്ട കടങ്ങൾ, ആ കടങ്ങളുണ്ട് എന്നതുകൊണ്ട് ഒരിക്കലും സക്കാത്തിന് അത് വിലങ്ങുതടിയാവുകയില്ല. കടം വാങ്ങുമ്പോൾ പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ഒരു മുസൽമാൻ കടം വാങ്ങുമ്പോൾ ആ കടം വാങ്ങാനൊരു നിബന്ധനയുണ്ട്. അതെന്താ? അത് നല്ലൊരു നിലയിൽ അത് കൊടുത്തു വിട്ടാനുള്ള അവസരം എനിക്ക് ഉണ്ടാകും എന്ന് കാണാത്ത ആളുകൾ കടം വാങ്ങാൻ പാടില്ല. കടം കൊടുക്കുന്ന ആളുകളും അങ്ങനെ തന്നെയാണ്. ഈ കൊടുത്ത സംഖ്യ എനിക്ക് ഈടാക്കാൻ പറ്റും, ഇവൻ അതിനൊക്കെ ആസ്തിയുള്ളവനാണ് എന്ന് കാണുന്നവനെ പ്രിയപ്പെട്ടവരെ കടം കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, കടത്തിനായിട്ട് ഇറക്കിയ സാധനമാണ് എന്നതുകൊണ്ട് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതിന്റെയൊക്കെ സക്കാത്ത് കൊടുക്കണം. 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. കച്ചവടത്തിന്റെ സക്കാത്ത് പ്രിയപ്പെട്ടവരെ അതിന്റെ കറൻസി ആയിട്ട് കിട്ടുന്നത് തന്നെ സക്കാത്ത് കൊടുക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും തന്നെ അനന്തരമായി കിട്ടിയ സ്വത്തിൽ പ്രിയപ്പെട്ടവരെ സക്കാത്ത് കൊടുക്കേണ്ട. അദ്ദേഹം ആ ഭൂമി വാടകയ്ക്ക് എടുത്തപ്പോൾ ഒരു വില നിശ്ചയിച്ചിരുന്നു. ഇനി അദ്ദേഹം വാടകയ്ക്ക് അത് കൊടുത്താലും ശരി കൊടുത്തില്ലെങ്കിലും ശരി പ്രിയപ്പെട്ടവരെ അതിന്റെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് മഹാന്മാരായ ഫുഖഹാവ് പ്രത്യേകമായി പറയുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു,
കച്ചവടക്കാരൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി. ആളുകൾ ഇങ്ങനെ വരും, നമ്മൾക്കൊക്കെ സ്വതക്ക കൊടുക്കാൻ നിന്നാൽ അവസാനം നമുക്ക് സക്കാത്ത് കൊടുക്കാൻ ഫണ്ടുണ്ടാവുകയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അറിയാലോ, കൊറോണയ്ക്ക് മുമ്പ് തുടങ്ങി വെച്ച പല സംരംഭങ്ങളും പ്രിയപ്പെട്ടവരെ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിരിവ് മാത്രമേ പല ആളുകൾക്കും ഇന്ന് നിക്കക്കള്ളിയുള്ളൂ. അപ്പൊ പിരിവുകാരുടെ എണ്ണം കൂടുതലാണ്. സ്റ്റാൻഡേർഡ് ഇങ്ങനെ വരികയാണ് പിരിവ്. ഇങ്ങനെ അൽഹംദുലില്ലാ പൈസയുള്ള ആളുകൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണല്ലോ. അരീനി ജവാദം മാത ഹസ്ലല്ല അല്ലനി അറാമാ തുരീന ഔ ബഖീല മുഖല്ലദ. എനിക്ക് ഓർമ്മ വരുന്നത് അൽഫിയ പഠിക്കുമ്പോൾ ഞാൻ പഠിച്ച ഒരു ഷാഹിദ് ബൈത്താണ്. അദ്ദേഹം പറയുന്നത്, ആ കാവ്യൻ സാഹിത്യ സാമ്രാട്ടുകാരൻ പറയുന്നത് എന്താണെന്നറിയോ? കൊടുത്തിട്ട് ദരിദ്രനായി മരിച്ച ഒരാളെ എനിക്ക് കാണിച്ചു തരൂ, കൊടുക്കാതെ ശാശ്വതനായി ജീവിക്കുന്ന ഒരാളെ എനിക്ക് കാണിച്ചു തരൂ. ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ലോണം കൊടുക്കണം. അതിനനുസരിച്ച് അല്ലാഹു തആല നമ്മുടെ സ്വതക്കയിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ശരീരത്തിലും എല്ലാ വളർച്ചയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സക്കാത്ത് നേരത്തെ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? അങ്ങനെ നിരന്തരമായി ആളുകൾ ഇങ്ങനെ വന്നിട്ട് സക്കാത്തിന്റെ സ്വതക്കയുടെ സമ്പത്ത് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം അർഹനാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ ഇത് കൊടുക്കുന്നത് സക്കാത്താണ് എന്ന് അദ്ദേഹത്തെ അറിയിച്ചു കൊള്ളണമെന്നില്ല. നമ്മൾ സക്കാത്തിന്റെ നിയത്ത് വെച്ചിട്ട് സക്കാത്ത് ഞാൻ കച്ചവടത്തിന്റെ സക്കാത്ത് മുന്തിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് സ്ഥാപനങ്ങൾക്കല്ല വ്യക്തികൾക്ക് നമുക്ക് കൊടുക്കാം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുന്തിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം, സക്കാത്തിന്റെ കൂലി അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ അദ്ദേഹം സക്കാത്ത് കൊടുക്കാൻ അവസാന സമയം വരെ മുതലാളിയായിരിക്കണം. അല്ലെങ്കിൽ സക്കാത്തിന്റെ കൂലി ഉണ്ടാവില്ല, സ്വതക്കയുടെ കൂലിയാണ് ഉണ്ടാവുക. അതേസമയം ഈ വാങ്ങിയ ആളില്ലേ, അദ്ദേഹം പ്രിയപ്പെട്ടവരെ വാങ്ങാൻ അർഹനാവുകയും വേണം. നമ്മൾ കൊടുത്ത സക്കാത്തിന്റെ മുതൽ കൊണ്ട് ചിലപ്പോൾ അത് മുതലാളിയാവും. മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, വലാ യദുറു ഗിനാഹു ബിസ്സക്കാ. സക്കാത്ത് കൊടുത്തിട്ട് അയാൾ മുതലാളിയായി, അത് പ്രശ്നമല്ല. അതിനു വേണ്ടിയാണല്ലോ സക്കാത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് നമ്മുടെ നാട്ടിൽ സക്കാത്ത് കൊടുക്കുന്നത് പ്രഹസന എന്ന് പറഞ്ഞാല് ഒരു 50,000 രൂപയൊക്കെ പൊടിച്ചില്ലറയാക്കി അങ്ങ് വെക്കും. 10ന്റെ നോട്ട്, 20ന്റെ നോട്ട്, 50ന്റെ നോട്ട്, 100ന്റെ നോട്ട്, എന്നിട്ട് വരുന്ന ആൾക്കൊക്കെ സക്കാത്ത് സക്കാത്ത് സക്കാത്ത്. ഫുഖഹാ പറയുന്ന സക്കാത്ത് അറിയോ എങ്കിൽ കച്ചവടം നടത്താൻ ആവശ്യമായ ഫണ്ട് അയാൾക്ക് കൊടുക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദരിദ്രവാസിയായ മനുഷ്യനാണ്, അദ്ദേഹത്തിന് എന്ത് ടൂൾസ് ഉണ്ടായാലാ ജീവിക്കാൻ പറ്റും? അവർ ഓട്ടോറിക്ഷ ഉണ്ടായാൽ പറ്റും. ഇല്ല, ഓട്ടോറിക്ഷ വാങ്ങാനുള്ള ക്യാഷ് അയാൾക്ക് സക്കാത്തായിട്ട് കൊടുക്കണമെന്നാണ്. നമ്മൾ പറയുന്ന ഈ 10ഉം 50ഉം കൊടുത്താൽ അത് സക്കാത്ത് കൊടുക്കുന്ന ആളാണെന്നുള്ള പേര് കിട്ടും. പേര് സക്കാത്ത് കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ വേണ്ടത്. രഹസ്യ സ്വഭാവം പാടില്ല, പരസ്യമായിട്ട് തന്നെ സക്കാത്ത് കൊടുക്കണം. തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. സക്കാത്ത് കൊടുക്കാത്ത ആളാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് സ്വതക്ക ചെയ്യുമ്പോൾ രഹസ്യമായും സക്കാത്ത് കൊടുക്കുമ്പോൾ പരസ്യമായും കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുന്നു. ഇനി ഇവിടെ സ്വാഭാവികമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്ത്രീധനത്തിൽ സക്കാത്ത് ഉണ്ടോ എന്ന്. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ധനത്തിനാണ് സ്ത്രീധനം എന്ന് അല്ലെങ്കിൽ പറയേണ്ടത്. പക്ഷെ ഇന്ന് സ്ത്രീധനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഭർത്താവിന് പുരുഷന് കെട്ടാൻ പോകുന്ന ചെറുക്കന് കിട്ടുന്ന സമ്പത്തായി മാറിയിട്ടുണ്ട്. സ്ത്രീധനം എന്ന് പറയാ യഥാർത്ഥത്തിൽ സ്ത്രീക്കുള്ള ധനമാണ് സ്ത്രീധനം. പക്ഷെ ഇന്ന് സ്ത്രീധനം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകമായ നൗഇൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. അഥവാ പെണ്ണ് ഭർത്താവിന് വേണ്ടി പെണ്ണിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കുന്ന ഒക്കെ സ്ത്രീധനമാണ്. ഇതിന് സക്കാത്ത് കൊടുക്കണോ വേണ്ടേ? ഇവിടെ ഈ സ്വത്ത് എന്താണ് എന്ന് ആദ്യം തീരുമാനിക്കണം. അതിപ്പോഴും തീരുമാനമായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാല് കല്യാണം ഇത് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഈ സ്വത്തൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോ അത് കടാണ്. അപ്പൊ കടത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാ? വാപ്പയല്ലേ. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം വീടുണ്ടാക്കുന്നു, വ്യവസായത്തിൽ ഇറക്കുന്നു, അയാൾ മരിച്ചു പോയാൽ അത് തിരിച്ചു ചോദിക്കുന്നില്ല എന്നൊക്കെയുള്ള വീക്ഷണപ്രകാരം അത് ഇവന്റെ സ്വത്താണ്, അപ്പൊ ഇവൻ സക്കാത്ത് കൊടുക്കണം എന്ന് രണ്ട് വീക്ഷണത്തിലും പ്രിയപ്പെട്ടവരെ, പഴയ കാലത്ത് ഇപ്പൊ ഇങ്ങനെ സമ്പ്രദായം ഇല്ലല്ലോ, നാട്ടിലുണ്ടാക്കിയ ആചാരമല്ല. ഇപ്പോഴും മലപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന് 10ഓ 15ഓ പവൻ ധരിപ്പിച്ചു കൊടുക്കും എന്നതിലപ്പുറം അവന് കാറുമില്ല 100ഉമില്ല. പിന്നെന്താ ഉള്ളത്?
ആ പെണ്ണിന് കെട്ടിക്കൊടുക്കുന്ന പണ്ടുണ്ടാവും. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നാട്ടാചാരങ്ങളിലായിട്ട് വന്ന സമ്പ്രദായമാണല്ലോ. അതുകൊണ്ട് തന്നെ മസ്അല പറയുന്നിടത്ത് അത് വീക്ഷിക്കുന്നത് എങ്ങനെയാണോ അതനുസരിച്ചാണ് അതിന്റെ സക്കാത്ത് എന്ന് പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറിപ്പൈസ, അതുപോലെ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത്, പ്രിയപ്പെട്ട പ്രോവിഡന്റ് ഫണ്ട്, ഇതിനെല്ലാം സക്കാത്ത് കൊടുക്കണം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഈ സമയത്ത് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ബോണസായിട്ട് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത ക്യാഷിന് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. സക്കാത്ത് കൊടുക്കേണ്ട അവകാശികൾ ആരൊക്കെയാണ്? നേരത്തെ നമ്മുടെ ഉവൈസ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഖുർആനിൽ പറയപ്പെട്ട 8 അവകാശികളുണ്ട്. ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. إنما صدقات നിർബന്ധമായ സ്വതക്ക ഫുഖറാക്കൾക്കുള്ളതാണ്, ദരിദ്രവാസികൾ മിസ്കിന്മാർക്കുള്ളതാണ്. 2 ആമിലീന അലൈഹ സക്കാത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർ, വൽ മുഅല്ലഫതി ഖുലൂബുഹും വിശ്വാസികൾ, വഫിർ റിഖാബി അടിമകൾ, വൽ ഗാരിമീന കടക്കാർ, വഫീ സബീലില്ലാഹി യോദ്ധാക്കൾ, വബനി സബീൽ വഴിയാത്രക്കാർ. പ്രിയപ്പെട്ടവരെ, ഇവർക്കെല്ലാം സക്കാത്ത് കൊടുക്കണം. ഫുഖറാ, മിസ്കീൻ, ജോലിക്കാർ എന്ന് പറഞ്ഞാൽ സക്കാത്തിന് വേണ്ടിയുള്ള ജോലിക്കാർ, പൊതുവിശ്വാസികൾ, അതുപോലെ പൊതുവിശ്വാസികൾ, സ്വതന്ത്രപത്രം എഴുതപ്പെട്ട അടിമകൾ, കടക്കാർ, അതുപോലെ വഴിയാത്രക്കാർ, യോദ്ധാക്കൾ. ഈ പറയപ്പെട്ടതിൽ ഇന്ന് 5 വിഭാഗം ആളുകളെയാണ് നമുക്ക് കിട്ടുള്ളൂ. കാരണം ഇന്ന് ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള രാജ്യമല്ല നമ്മുടെ നാട്. അതുകൊണ്ട് സക്കാത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നൊരു വിഭാഗവും ഇല്ല. അടിമാ സമ്പ്രദായം പറ്റേ ഒഴിവാക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ യോദ്ധാക്കളുമില്ല. പിന്നെ ഉള്ളതെന്താ? ഫുഖറാ ഉണ്ട്, മിസ്കീനുണ്ട്, പൊതുവിശ്വാസികളുണ്ട്, കടക്കാരുണ്ട്, യാത്രക്കാരുണ്ട്. ഈ 5 ആളുകൾക്ക് നമ്മുടെ സ്വത്തിനെ, പ്രിയപ്പെട്ടവരെ, ഒരു 5 ലക്ഷമാണ് ഒരാൾ വീതിച്ചു കൊടുക്കുക, വീതിച്ചു വെക്കുക. വിഭാഗങ്ങൾക്ക് 5 വിഭാഗങ്ങൾക്ക് ഓരോ ലക്ഷം. പിന്നെ ഒരു വിഭാഗം അത് 3 ആളുകളാണ് നമ്മൾ കണ്ടെത്തിയത്. ഒരാള് തീരെ നിർവൃതിയില്ലാത്ത ആളാ എങ്കിൽ അയാൾക്ക് കാര്യമായിട്ട് കൊടുക്കണം. 50 ലക്ഷം 50,000 രൂപ അയാൾക്ക് കൊടുത്തു. പിന്നെ 2 ആൾക്ക് 25,000 രൂപ വെച്ച് അവർക്കും കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അത് പ്രശ്നമുള്ള കാര്യമല്ല. അഥവാ വിഭാഗങ്ങൾക്കിടയിൽ ഏറ്റവ്യത്യാസം പാടില്ലെന്ന് പറയുമ്പോഴും ഒരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്കിടയിൽ ഏറ്റവ്യത്യാസം അവരുടെ ആവശ്യത്തിനനുസരിച്ച്. എല്ലാവരും നിർബന്ധ ആവശ്യക്കാരാണ്, അവർക്കെല്ലാം ഒരുപോലെ കൊടുക്കാൻ സ്വത്തുമുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, സമം പാലിക്കൽ സുന്നത്ത് തന്നെയാണ് എന്ന് മഹാന്മാരായ ഫുഖഹാവ് പറയുന്നു. ഫുഖറാ എന്ന് പറഞ്ഞാൽ ആരാ ഫുഖറാ? നേരത്തെ ഉവൈസ് ഉസ്താദ് ചോദിച്ചില്ലേ, നമ്മൾ സക്കാത്ത് വാങ്ങാൻ അർഹരാണോ അല്ലേ? ഇത് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. നമ്മൾ ഫക്കീറുമാരാണോ അല്ലേ എന്ന് നമ്മൾ വിലയിരുത്തണം. ഫക്കീർ എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിന് വേണ്ടി തനിക്കോ തൻ്റെ ആശ്രിതരായ ആളുകൾക്കോ ഉപജീവനം നടത്താൻ ആവശ്യമായ ക്യാഷിന്റെ പകുതി പോലും വരുമാനമില്ലാത്ത, ജോലിയില്ലാത്ത, കൂലിയില്ലാത്ത, സമ്പത്തില്ലാത്ത ആളാണ് ഫക്കീർ. ജോലിയുണ്ടോ? ഉണ്ട്, പക്ഷെ മതിയാകുമോ? ഇല്ല. ഉദാഹരണത്തിന് 100 റുപ്യ ആവശ്യമുള്ള ആളാ, 50 രൂപ പോലും അദ്ദേഹത്തിന് എടുക്കാനില്ല. കഷ്ടിച്ച് 30, 40 ഇങ്ങനെയൊക്കെ 30 രൂപ ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതങ്ങൾ നടന്നു പോകാൻ ആവശ്യമുണ്ട്. ഇതാണ് ഫക്കീർ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാ? തനിക്കും തന്റെ ആശ്രിതരായ ആളുകൾക്കും ജീവിക്കാനുള്ള ജോലിയും കൂലിയൊക്കെ ഉണ്ട്, പക്ഷെ മതിയാകുന്നില്ല. 50-നേക്കാൾ കൂടുതൽ ഒരു 80 രൂപ, 70 രൂപ, 90 രൂപയൊക്കെ ഉള്ള ആൾ തന്നെയാണ്. എങ്കിലും പ്രിയപ്പെട്ടവരെ, മിസ്കീനാണ്. അദ്ദേഹത്തിന് മുഴുക്കുന്നില്ല. അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കണം. അതുപോലെ കടക്കാരായ ആളുകൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വന്തത്തിന് വേണ്ടി കടം വാങ്ങി കുടുങ്ങി ഒരു നിവർത്തിയുമില്ല, അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ പൈസയൊക്കെ ഉണ്ട്, മുതലാളിയാണ്, സാമൂഹ്യമായ സേവനത്തിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി സക്കാത്ത് വാങ്ങിയ ആളാണ്, അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? കൊടുക്കണം. അതുപോലെ പൊതുവിശ്വാസികൾ ഉണ്ടാകും. പൊതുവിശ്വാസികൾ എന്ന് പറയുമ്പോൾ ആരാണ് പൊതുവിശ്വാസികൾ? 3 തരത്തിലുള്ള പൊതുവിശ്വാസികളുണ്ട്. ഒന്ന്, വളരെ ദുർബലരാണ്. നമ്മുടെ സക്കാത്ത്
ഇസ്ലാമിലേക്ക് കടന്നു വന്നെങ്കിലും ഈ സക്കാത്തിന്റെ മുതൽ കിട്ടിയാണ് അദ്ദേഹം വീണ്ടും മുസ്ലിമായിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈമാൻ ദുർബലനാണ്, ഈമാൻ ദുർബലമായ ആളാണ്, അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ആള് വലിയ കഴിവുള്ള ആളായിരിക്കും, പക്ഷേ അദ്ദേഹം ആ സമൂഹത്തിലെ ഒരു VIP ആയതുകൊണ്ട് അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ ഇസ്ലാമിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കാനത് കാരണമാണ്. എങ്കിൽ അവിടെ അദ്ദേഹത്തിന്റെ മുതലാളി അദ്ദേഹത്തിന്റെ സമ്പത്തിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇസ്ലാമിലേക്ക് മറ്റുള്ളവർ കടന്നു വരാൻ സാധ്യതയുള്ള ഘട്ടത്തിൽ പൊതുവിശ്വാസി ഇത്ര കൊല്ലം എന്ന് കണക്കൊന്നുമില്ല, പൊതുവിശ്വാസി ആയെന്നേ ഉള്ളൂ. അയാൾ ഇങ്ങനെ ശതമാനം നമ്മൾ നല്ലോണം കൊടുക്കുമ്പോൾ പള്ളിയിലൊക്കെ വന്ന് നല്ല മട്ടത്തിൽ ഇങ്ങനെ വന്ന് എല്ലാത്തിനും ആടിക്കൂടി പോകും. അതേസമയം പൈസ ഇല്ലാത്ത ഘട്ടത്തിൽ മൂപ്പര് വളരെ ബാക്കിലാണ്. അപ്പൊ നമ്മൾ മൂപ്പരുടെ പ്രവർത്തനങ്ങൾ സജീവമാകാൻ വേണ്ടി എല്ലാ വർഷവും സക്കാത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. അയാൾക്കും തന്നെ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു, എൻ്റെ ഉപജീവനം ഇവരെ ഏറ്റെടുത്തല്ലോ എന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, സമയത്തായി സക്കാത്ത് കൊടുക്കൽ പ്രിയപ്പെട്ടവർ അതിന് അവകാശിയായ ആളാണ് എന്ന് ഈ സമയത്ത് ഓർമ്മ. മൂന്നാമത്തെ ആള് അവിശ്വാസികളുടെ ഇടയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മുസ്ലിംമാരാണ്, അവരുടെ സംരക്ഷണത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ അവർക്കും പ്രിയപ്പെട്ടവരെ സക്കാത്ത് കൊടുക്കണം. ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ യാത്രക്കാര്, അവരും ഇതുപോലെ സക്കാത്തിന്റെ അവകാശികളാണ്. യാത്രക്കാരെന്ന് പറയുമ്പോൾ സക്കാത്ത് കൊടുക്കുന്ന നാട്ടിൽ വെച്ച് യാത്ര പോകുന്നു, പോകാനുള്ള കാശ് വേണ്ടത്തില്ല, ചിലപ്പോൾ വേറെ നാട്ടിലൊക്കെ ഉണ്ടാകാം, കടം കിട്ടാനുണ്ടാകാം, പക്ഷെ അത് നമ്മൾ നോക്കണ്ട. ഇപ്പൊ പോകുന്ന യാത്രക്ക് കാശുണ്ടോ? ഇല്ല, സക്കാത്ത് കൊടുക്കാം, ആൾ ഹജ്ജിന് പോവാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ യാത്രക്ക് ഉപയോഗിക്കാനുള്ള കാശ് എന്നൽക്കാർക്ക് സക്കാത്ത് കൊടുക്കാം. അല്ലെങ്കിൽ യാത്ര പോകുന്ന സക്കാത്ത് കൊടുക്കുന്ന നാട്ടിലൂടെ ഒരാൾ യാത്ര പോകുന്നു, അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കാം. അദ്ദേഹത്തിന് വേറെ ഉള്ളവർക്ക് സ്വത്തുണ്ടാകാം, ഭൂമിയുണ്ട്, അതൊന്നും നമ്മൾ നോക്കണ്ട. ഈ യാത്രയിൽ ഉപയോഗിക്കാനുള്ള കാശ് അദ്ദേഹത്തിനുണ്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ മതി. അവർക്ക് സക്കാത്ത് കൊടുക്കാം എന്ന് വിശുദ്ധമായ ഇസ്ലാം പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ ധനികനായ ഭാര്യയുടെ സക്കാത്ത് ദരിദ്രനായ ഭർത്താവിന് കൊടുക്കാം എന്നല്ല, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് പ്രിയപ്പെട്ടവരെ ആ ഭർത്താവിന് നൽകലാണ്. ഭർത്താവിന്റെ കാശ് കൊണ്ട് മതിയാകാതെ വരുന്ന ഭാര്യ, ആ ഭാര്യക്ക് മറ്റുള്ളവരുടെ സക്കാത്ത് വാങ്ങാൻ പറ്റുമോ? ഇല്ലേ? മഹാന്മാരായ ഫുഖഹാ പറയുന്നു, വാങ്ങാം. ഭർത്താവിന്റെ സമ്പത്ത് കൊണ്ട് മതിയായ ഒരു ഭാര്യയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൾ സക്കാത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഭർത്താവിന്റെ സമ്പത്ത് കൊണ്ട് മതിയാകുന്ന ഒരവസ്ഥയിലല്ല, പിന്നെയും ആവശ്യങ്ങൾ പിന്നെയും ബാക്കിയാണെങ്കിൽ അവർക്ക് സക്കാത്ത് വാങ്ങാമെന്ന് വിശുദ്ധമായ ഇസ്ലാം പറയുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമ്പത്തുണ്ടായിട്ടും പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയ ആളുകളെ ആ ധർമ്മപാതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സക്കാത്ത് കൊടുത്ത് അദ്ദേഹത്തിന് ഫലം നൽകണമെന്ന് വിശുദ്ധമായ ഇസ്ലാം പറയുന്നുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നൊരു കാര്യം പ്രത്യേകമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചില ആളുകളൊക്കെ വീട് നിർമ്മാണത്തിന് എന്ന് പറഞ്ഞിട്ട് സക്കാത്ത് ഭരിക്കും. സക്കാത്തിന്റെ കമ്മിറ്റി തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. സുന്നികൾക്കിടയിലല്ല ഞാൻ പറയുന്നത്, ഇതര വിഭാഗങ്ങൾക്കിടയിൽ, ബിദ്അത്തുകാർക്കിടയിൽ പ്രിയപ്പെട്ടവരെ സക്കാത്ത് കമ്മിറ്റിയുണ്ട്. എന്നിട്ട് വീടാന്തരം കയറി നടന്നിട്ട് സക്കാത്തിന്റെ മുതല് പ്രിയപ്പെട്ടവരെ അവർ വാങ്ങിയിട്ട് പണി എന്താ? പത്രം, ഒരു എഡിഷനും കൂടി തുടങ്ങി, ദുബൈയിൽ തുടങ്ങി, ഷാർജയിൽ തുടങ്ങി. എന്തിനാ? കഴിഞ്ഞ സക്കാത്തിന്റെ മുതൽ കൊണ്ട് തുടങ്ങിയ പത്രം. പിന്നെ വീട് നിർമ്മാണം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പാലമുണ്ടാക്കല്, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ സക്കാത്തിന്റെ മുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റത്തില്ല. വീട് ഉണ്ടാക്കാൻ ഒരാൾക്ക് നമുക്ക് സ്വന്തമായി നൽകാം. ഒരാളുടെ വീട് ആവശ്യത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, അയാൾ ഫക്കീറാണ്, മിസ്കീനാണ്, കടക്കാരനാണ്, ആവശ്യക്കാരനാണ്, നമുക്ക് അദ്ദേഹത്തിന് സക്കാത്തിന്റെ മുതൽ നൽകാം, അത് പ്രശ്നമില്ല. കാരണം സക്കാത്ത് വാങ്ങുന്നവൻ ഇന്നാലിന്ന ആളാണ് എന്ന് മുഅയ്യനായിരിക്കണം. ഒരു സഭയ്ക്കാണ് നമ്മൾ ഈ സക്കാത്ത് കൊടുക്കുന്നത്, ഒരു കമ്മിറ്റിക്കാണ് കൊടുക്കുന്നത്, ഒരു അതോറിറ്റിക്കാണ് കൊടുക്കുന്നത്, ഒരു സംഘടനക്കാണ് കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവർ, അത് ഏറ്റുവാങ്ങുന്ന ഒരാളില്ല, ഒരു സംഘം ആളുകളാണ്. അത് പറ്റില്ല. നമ്മൾ ഇന്നാലിന്ന വ്യക്തിക്ക് തന്നെ എത്രത്തോളം ഫുഖഹാ പറയുന്നുണ്ട്, ഞാൻ ഒരാളെ സക്കാത്ത് കൊടുക്കാൻ ഏൽപ്പിക്കുമ്പോൾ അത് ഇന്നാലിന്ന ആളുടെ കൈവശത്തിലെത്തി എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് ഉറപ്പായാലേ സക്കാത്തിന്റെ ധർമ്മം പ്രിയപ്പെട്ടവരെ വീടുകയുള്ളൂ എന്ന്
മഹാന്മാരായ ഫുഖഹാവ് പറയുന്നു. ഈ നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് സംഘടിതമായ സക്കാത്ത് ഇസ്ലാം അംഗീകരിക്കുക? ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ ഒരു ഭരണാധികാരി ഉണ്ടാവും, അത് അദ്ദേഹത്തെ അങ്ങ് ഏൽപ്പിക്കാം. അദ്ദേഹം സ്വതന്ത്രനാണ്. നിയ്യത്ത് പോലും വെക്കാനുള്ള അധികാരം ആ ഇസ്ലാമിക ഗവൺമെന്റ് നിലനിൽക്കുന്ന രാജ്യത്തെ ഭരണാധികാരിക്കുണ്ട്, ഇമാമിനുണ്ട്. ഇന്ന് പ്രിയപ്പെട്ടവരെ അതില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒരാളെ വക്കാലത്താക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്നെ ഇത് കൊടുക്കാനും അവകാശികൾക്ക് കൊടുക്കാനും നിയ്യത്ത് വയ്ക്കാനും നിന്നെ ഏൽപ്പിച്ചു എന്ന് നല്ല പ്രായപൂർത്തിയും ബുദ്ധിയും ഒക്കെ ഉള്ള ഒരു നല്ല തന്റേടിയായ ഒരാളെ വക്കീലാക്കണം. കുട്ടിയെ വേണമെങ്കിൽ നമുക്ക് വക്കാലത്താക്കാൻ പോകാൻ ഇതാ വീട്ടിലാണ് കൊണ്ടുപോയി കൊടുത്താൽ അത് പറ്റും. അല്ലെങ്കിൽ സഫീഹായ ഒരാളാണ്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഒരു പക്ഷേ സമ്പത്തുള്ള ആൾ കുട്ടിയാകാം, അല്ലെങ്കിൽ സഫീഹാകാം, ഭ്രാന്തനാകാം. ഇവരുടെയൊക്കെ സക്കാത്ത് മുതൽ നിയ്യത്ത് വെച്ച് കൊടുക്കേണ്ടത് രക്ഷിതാവിന്റെ കടമയാണെന്ന് മഹാന്മാരായ ഫുഖഹാവ് പറയുന്നു. പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കടം തരാനുള്ള ആളുകൾക്ക് സക്കാത്തായിട്ട് ഞാൻ എൻ്റെ കടസംഖ്യ വിട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സക്കാത്താകുമോ? ഇല്ല. ഖാബിദും മുഖ്ബിദും ഒന്നാവുക എന്ന ഒരു ക്രമപ്രശ്നം അവിടെ ഉള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ സക്കാത്ത് വീടുകയില്ല. നിനക്ക് ഞാൻ കടം തരാം, പക്ഷേ നിനക്ക് ഞാൻ സക്കാത്ത് തരാം, പക്ഷേ നീ എൻ്റെ കടം വീട്ടണം എന്ന വ്യവസ്ഥയിൽ പറ്റുമോ? അതും പറ്റില്ല. മഹാന്മാരായ ഫുഖഹാവ് ഇതെല്ലാം വളരെ വ്യക്തമായി പ്രിയപ്പെട്ടവരെ എഴുതി വച്ചിരിക്കുകയാണ്. കടക്കാരനായിട്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ അവന്റെ സക്കാത്ത്, അവന്റെ കടം സക്കാത്തിന്റെ മുതൽ കൊണ്ട് വീട്ടാൻ പറ്റുമോ? ഇല്ല. മഹാനായ ഇബ്നു ഹജർ ലൈതം റളിയല്ലാഹു അൻഹു തുഹ്ഫ 7-ാം വാള്യം 157 പറഞ്ഞു, മരിച്ചവന്റെ കടം സക്കാത്തിന്റെ മുതൽ കൊണ്ട് വീട്ടാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മൾ അത് ചോദിച്ചു മനസ്സിലാക്കി, ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. 5 വിഭാഗം ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. 1, യോജിച്ച ജോലിയും കൂലിയും സമ്പത്തും ഉള്ള ആളാണ്, സക്കാത്ത് കൊടുക്കരുത്. മോചനപത്രം എഴുതപ്പെടാത്ത അടിമയാണ്, സക്കാത്ത് കൊടുക്കരുത്. തങ്ങന്മാർ, നമ്മുടെ നാട്ടിലുള്ള തങ്ങന്മാര് സക്കാത്ത് കൊടുക്കരുത്. സക്കാത്ത് എന്ന് പറയുന്നത് മുതലിന്റെ അഴുക്കാണ്. അതുകൊണ്ട് അത് വാങ്ങാൻ വിധിക്കപ്പെട്ട സ്റ്റാൻഡേർഡ് കുറഞ്ഞവരല്ല എന്റെ കുടുംബക്കാരായ തങ്ങന്മാരെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആള്, ഭാര്യ, സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റഡി ജീവിക്കുന്ന മാതാവ്, പിതാവ്, അവർക്കൊന്നും സക്കാത്ത് കൊടുക്കാൻ പാടില്ല. നമ്മുടെ മക്കള്, പ്രിയപ്പെട്ടവർ, അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അവര് നമ്മുടെ കസ്റ്റഡിയിൽ ജീവിക്കുന്ന ആളാണ്, അവർക്കൊന്നും സക്കാത്ത് കൊടുക്കരുത്. പോരാ, നമ്മുടെ കസ്റ്റഡിയിലല്ല, അവര് വേറെ താമസമാക്കിയിട്ടുണ്ട്, അവർക്ക് നമുക്ക് സക്കാത്ത് കൊടുക്കാം. ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരെ, അർഹരായ ആളുകൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും. അത് നമ്മൾ ആലോചിക്കണം. പക്ഷെ അവര് നമ്മുടെ കസ്റ്റഡിയിൽ ജീവിക്കുന്നവരാകാൻ പാടില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ആ മുസ്ലിങ്ങളായ ആളുകൾക്ക് സക്കാത്ത് കൊടുക്കരുത്. ഇങ്ങനെ 5 വിഭാഗം ആളുകൾക്ക് സക്കാത്ത് കൊടുക്കരുത്. തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ലെന്ന് പറയുമ്പോഴും പ്രിയപ്പെട്ടവരെ, അവരെ അവഗണിക്കാൻ പാടില്ല. അവർക്ക് സദഖ കൊടുക്കണം, അവർക്ക് ഹിബത്ത് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, പറ്റാവുന്നതുപോലെ അവർക്ക് ധർമ്മം കൊടുക്കണം. അത് വലിയ കൂലിയുള്ള കാര്യമാണ്. അവർക്ക് നേർച്ചയായ ഒന്നും പാടില്ല. ഉദ്ഹിയ്യത്ത് നേർച്ചയാക്കിയ മൃഗത്തിന്റെ മാംസം പോലും കൊടുക്കാൻ പാടില്ല. കഫാറത്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, നിർബന്ധമായ സദഖകളൊന്നും തന്നെ അവർക്ക് കൊടുക്കാൻ പാടില്ല. സുന്നത്തായ വിധത്തിലുള്ള ധർമ്മങ്ങൾ അവർക്ക് നൽകാമെന്ന് മഹാന്മാരായ ഫുഖഹാവ് പറയുകയാണ്. ഫാസിക്കായ ആളുകൾ, പ്രിയപ്പെട്ടവരെ, ഫാസിക്കായി ജീവിച്ചു വളർന്നു വന്ന ഒരാളാണ്. കുട്ടിക്കാലം മുതലേ നിസ്കാരവുമില്ല, നോമ്പുമില്ല, തമ്മാടിയായി ജീവിച്ചവനാ. അവനൊരിക്കലും അർഹനല്ല. പക്ഷേ ജീവിച്ചു വന്ന ഒരാളാണ്. പിന്നീട് ക്രമമൊക്കെ തെറ്റിപ്പോയി. ഇപ്പോൾ അവന് ഫാസിക്കാണ് എങ്കിൽ പോലും അവന് നേരിട്ട് സക്കാത്ത് കൊടുക്കാം. അല്ലാതെ ഫാസിക്കായി വളർന്ന വന്നവനെ അവന്റെ കയ്യിൽ, രക്ഷിതാവിന്റെ കയ്യിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ഫുഖഹാവ് രേഖപ്പെടുത്തുന്നു. സൗജന്യമായി കിട്ടുന്ന ചെലവ് കൊണ്ട് ഭക്ഷണം കഴിച്ചു പോകുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും, മുത്താലിമീങ്ങൾ, സ്ഥാപനത്തിൽ പഠിക്കുന്നവർ, അവർക്ക് സക്കാത്തിന്റെ അവകാശികളാണ് എന്ന് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെയാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വത്തുള്ളത് എങ്കിൽ അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കച്ചവടം ഉള്ളത് എവിടെയാ?
കണ്ണനല്ലൂരിലാ കച്ചവടം, അവിടുത്തെ പ്രദേശത്തെ ആളുകൾക്ക് സക്കാത്ത് കൊടുക്കുക. കരുനാഗപ്പള്ളിയിലാ കച്ചവടം. നമ്മള് ഇവിടെ കൊല്ലത്തുകാരനാണ്, കച്ചവടം ഉള്ളത് കരുനാഗപ്പള്ളിയിലാണ് എങ്കിൽ കരുനാഗപ്പള്ളിയിലാണ് പ്രിയപ്പെട്ടവരെ സക്കാത്ത് കൊടുക്കേണ്ടത്. കാരണം അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരുപാട് പാവങ്ങളായ ആളുകൾ ഉണ്ടാകും. അവര് പ്രിയപ്പെട്ടവരെ അതിലേക്ക് കണ്ണ് നട്ടവരാണ്. അതുകൊണ്ട് ഏത് നാട്ടിലാണോ സക്കാത്തിന്റെ മുതലുള്ളത് എങ്കിൽ അവിടെയാണ് സക്കാത്ത് കൊടുക്കുന്നത്. ഏതുപോലെ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് ഒരു നാട്ടിലാണെങ്കിൽ അതില് ഒരു അംശമെങ്കിലും ആ നാട്ടിൽ വിതരണം ചെയ്യാതെ വേറെ ആളുകൾ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നിർബന്ധമായ ഉദ്ഹിയ്യത്താണെങ്കിൽ നിർബന്ധമായും ആ അറുക്കപ്പെട്ട നാട്ടിൽ തന്നെ, അതിന്റെ നാടാവണമെന്നില്ല. ഭർത്താവിന്റെ നാടാകാം, ഭാര്യയുടെ നാടാകാം, ഇത് രണ്ടുമല്ലാത്ത വേറെ നാടാകാം. ഉദ്ഹിയ്യത്തായാലും അക്കീക്കത്തായാലും ഒക്കെ അങ്ങനെ തന്നെ നിർബന്ധമായ ഉദ്ഹിയ്യത്തും അക്കീക്കത്തും അറുത്ത നാട്ടിൽ തന്നെ വിതരണം ചെയ്യണം. അതേസമയം സുന്നത്തായ ഉദ്ഹിയ്യത്തും അക്കീക്കത്തും അതിന്റെ ഒരു അംശമെങ്കിലും പ്രിയപ്പെട്ടവരെ ആ നാട്ടിൽ വിതരണം ചെയ്യാതെ മൊത്തമായി മറ്റുള്ള നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് മഹാന്മാരായ ഫുഖഹാ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. സക്കാത്ത് കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരസ്യമായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക.